രാജൻ നിങ്ങൾ അവിടെ നോക്കൂ. അച്ഛന്റെ കൂട്ടുകാർ വന്നു. അങ്കിൾ നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നേ? ഓഹോ, നീയാണല്ലേ അവന്റെ വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ച് പറിക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി. കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണേ സാർ. പട്ടിക്കാഴ് പറടാ മോളെ, നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മൂട്ടിച്ചും കൊണ്ടുവരുന്ന കാശൊളിപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്, വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാർ നീയാണല്ലേ? സിദ്ധാർത്ഥ പിടിച്ചു കയറി നായിന്റെ മോളെ ജീപ്പിനകത്ത്. സാർ എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ, അവനെ ഞങ്ങൾ പൂട്ടും. ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തടാ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജ് ആണ് അത്ര ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാളെ. അതേടോ, ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും ബധിരരും ബുദ്ധിസ്ഥിരതും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലാസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടാ. പിടിച്ചു കൊടുത്തല്ലിക്കുന്നത് നായിന്റെ മക്കളെ. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നത്? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്. തോമസ് അലക്സാണ്ടർ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. മാറി മാറി ഭരണത്തിലേറുന്ന സർക്കാരിന്റെ കൊടിയുടെ നിറമനുസരിച്ച് സ്വഭാവത്തിന്റെ നിറവും മാറ്റുന്ന സൂത്രശാലി. രാഷ്ട്രീയ മേലാളന്മാർക്ക് എന്ത് വിടുപണി ചെയ്തും ആരെയും കൂട്ടിക്കൊടുത്തും അവർ ഛർദ്ദിക്കുമ്പോൾ സ്വന്തം അണ്ണാക്ക് തന്നെ കോളാമ്പിയാക്കി കൊടുത്തും തന്റെ കാര്യം കാണാൻ മടിക്കാത്ത ക്രിമിനൽ ബ്യൂറോക്രാറ്റ്. അന്തിക്ക് കാണുന്നവനെ തന്തേന്ന് വിളിച്ച് ശീലിച്ച തന്റെ നാവ് പിഴുതെടുക്കണമെങ്കിൽ പറ,
താനല്ലേ കൊച്ചുകുട്ടനെ കൊല്ലിച്ചത്? നോ. ഒരു വാടക കൊണ്ട് ആയുധവും കൊടുത്ത് ഹോസ്പിറ്റലിൽ അയച്ച് ഡെയ്സിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ല? അല്ല അല്ല അല്ല. അപ്പൊ ഇതൊന്നും ചെയ്യിച്ചത് ഗോമസ് അലക്സാണ്ടർ അല്ല. എന്താണ് നിന്റെ ഉദ്ദേശം? സി, ഐ ആം യുവർ സുപ്പീരിയർ. യെസ്, യു ആർ മൈ സുപ്പീരിയർ. ഗോപകുമാർ, മിസ്റ്റർ സുപ്പീരിയർ ഓഫീസർ, ഇവനെ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? നിനക്കറിയാവിടെ യമനെ? പറയണം അതിന്റെ മോനെ. അറിയാം. കൊച്ചുകുട്ടനെ ലോക്കപ്പിലിട്ട് കൊല്ലാൻ നിന്നെ അയച്ചതാരാ? ഗോമസാ. ഡെയ്സിയെ കൊല്ലാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചതാരാ? അതും ഗോമസാ. കേട്ടല്ലോ മിസ്റ്റർ അഡീഷണൽ DGP, ഇനി എന്ത് പറയുന്നു? നാട്ടിൽ നിയമവും സമാധാനവും പാലിക്കേണ്ട പോലീസ് മേധാവി തന്നെ ഇത്രയും ക്രൂരമായ പാതകങ്ങൾ ചെയ്യുക? ഐ കാൻ ബിലീവ് ഇറ്റ്. എന്റെ കൺമുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അപ്പുവിനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കറിയില്ല. ഞാൻ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയതാ. അപ്പോ ഡെയ്സിയെയും കൊല്ലപ്പെട്ട കൊച്ചുകുട്ടന്റെ മൊഴിയിലെ പ്രധാന പ്രതി അപ്പുവിനെയും കൂടെ വകവരുത്തിയാൽ പിന്നെ കേസ് ഒരിക്കലും പൊങ്ങി വരില്ല എന്ന് താൻ ഉറപ്പിച്ചു അല്ലേ? അപ്പുവിനോട് എന്താ ഇയാൾ പറഞ്ഞേ? കുറ്റം സമ്മതിച്ച 50 ലക്ഷം രൂപ തരാമെന്നും പിന്നീട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞു. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ തല്ലിയത് പോലീസുകാരൊന്നുമല്ല, പോലീസുകാരുടെ വേഷോട്ട് ഇങ്ങേരുടെ ഗുണ്ടകളാ. DGP സാർ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ കഴുകടവനെ, ഇതിന് നിനക്ക് വല്ല ന്യായീകരണവും പറയാനുണ്ടോടാ? ആറ്റുവാനനെയും കുടുംബത്തെയും കൊന്നത് കൂടാതെ എത്ര കൊലയാടാ നീ നടത്തിയത്? സത്യം പറ, ഇല്ലെങ്കിൽ നിന്റെ ശവമേ ഇതിനകത്ത് പുറത്തിറങ്ങൂ. കൊല്ലരുത്, ഞാനെല്ലാം പറയാം. സത്യമായിട്ട് ഞാനല്ല ആന്റണിയും കുടുംബത്തെ കൊന്നത്. വീണ്ടും കള്ളം പറയാൻ തുടങ്ങണം അല്ലടാ? സത്യമായിട്ടല്ല, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നാ പറഞ്ഞ് തുറയ്ക്ക്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഗോപകുമാറെ, സാർ, അപ്പുവിനെ കൊണ്ടുപോയിക്കോളൂ. സാർ, 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് സാർ? ആർക്ക് വേണ്ടിയാണ് സാർ? പറയ്. Very urgent message from police headquarters. Very urgent message from police headquarters. Additional DGP ഗോമസ് അലക്സാണ്ടർ വെടിയേറ്റ് മരിച്ചു. സിറ്റിയിലുള്ള എല്ലാ പോലീസ് ഓഫീസർമാരും ഇമ്മീഡിയറ്റ് ആയി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണം. ഓവർ ഓവർ. Sit down. വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് കുറച്ചു മുൻപ് ഇവിടെ നടന്നത്. ആ സംഭവത്തിന് ഉത്തരവാദി കമ്മീഷണർ രാമനാഥനല്ലേ? അങ്ങേരെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ DGPയെ കമ്മീഷണർ മർദ്ദി ചവച്ചനാക്കി തൂക്കിയെടുത്ത് ജീപ്പിലിട്ടുകൊണ്ട് പോയത് ഗോമസാറിന്റെ കൊലയാളി അയാൾ തന്നെയാ. ഗോമസാറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ശവസംസ്കാരം പോലും കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് സാർ? ക്ഷമിക്കണം, അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളെ ഞങ്ങൾക്ക് കാന്ത സ്വന്തം സഹപ്രവർത്തകർക്ക് ശവം തരുന്നതാണ് നിങ്ങൾ. അത് ശരിയാ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, പോലീസുകാർക്ക് തന്നെ അന്ധനായ ഇയാളുടെ കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതിനെതിരെ എന്ത് ശിക്ഷ സാറ് തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരണം. DGPയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സമയം ചോദിക്കുന്നത്. അതിനുശേഷം അഡീഷണൽ DGPയുടെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തരാം.
ഡിയർ ഫ്രണ്ട്സ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അഡീഷണൽ DGP ഗോമസിനെ വെടിവെച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എന്റെ നിഗമനം. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും പോലീസ് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റും 0.5 ആണ്. അതുകൊണ്ട് എങ്ങനെയാ ഒരു പോലീസുകാരനെ കൊന്നെന്ന് നിശ്ചയിക്കുന്നത്? അതേ പോയിന്റുള്ള ബുള്ളറ്റ് ഇടുന്ന വേറെ റിവോൾവറുകളില്ലേ? ശരിയാണ്, അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ഈ കൊല നടത്തിയത് നമ്മുടെ കൂട്ടത്തിലൊരാളാണ്. വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇൻസ്പെക്ടർ രാജൻ, ഒന്ന് വന്നേ. നിങ്ങളുടെ ഷർട്ടിന്റെ പുറകുവശം കീറിയിട്ടുണ്ടോ? എന്റെ ഷർട്ടൊന്നും കീറിയിട്ടില്ല. കമ്മീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ? ഹേയ്, കുറ്റം ഞാൻ തന്നെ ഏക്കാം, പക്ഷേ ഷർട്ട് കീറിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ രാജ? കണ്ട, ഇത് ഈ ഷർട്ടിൽ നിന്ന് തന്നെ കീറിപ്പോയതാ. ഇരുട്ടത്ത് കോറിഡോറിലൂടെ ഓടി മറഞ്ഞ രൂപം കണ്ടപ്പോഴേ നിന്നെ ഞാൻ സംശയിച്ചതാ, പക്ഷേ ഉറപ്പിക്കാൻ വയ്യല്ലോ. ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് എവിടെ? അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. സർവീസ് റിവോൾവറിലെ ബുള്ളറ്റ് വീട്ടിൽ വെച്ചോ? എന്തിനാ? പിള്ളേർക്ക് കളിക്കാൻ? പറയടാ, ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് അല്ലേ അഡീഷണൽ DGPയുടെ നെഞ്ചത്ത് തറച്ചു കയറിയത്? ഞാൻ കൊന്നിട്ടില്ല. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയില്ലല്ലേ? പറയോ? താൻ പാതി ദൈവം പാതി നല്ലടോ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാ, എനിക്കുള്ളത് ദൈവം എന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ആര്? കമ്മീഷണറോ? വരണം, ഇരിക്കണം. അത് ഇവിടെ പറഞ്ഞതടോ, നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉടനെ അങ്ങോട്ട് വിളിക്കാം. എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? ഒരു സംശയമില്ല. തലയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഗുണശേഖരന്റെ ശരീരത്തിന് ചുറ്റുമുണ്ട് കണ്ണും കൊമ്പും കോമ്പലും എല്ലാം. പക്ഷേ മനുഷ്യന്റെ ശവം തിന്നുന്ന ഗുണശേഖരന്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിഡ്ഢിയായിട്ട് അഭിനയിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന താനൊരു രക്തരക്ഷസാണ്. മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. പറടാ, ആറ്റു ആന്റണിയും കുടുംബത്തെ നീ വെട്ടിയെറിഞ്ഞ എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കുത്തുനുറുക്കി നീ സംഹാരതാണ്ഡവം ആടിയത് എന്തിനാണ്? പവിത്രമായ ഗാന്ധി സേവാ സദനത്തിൽ വന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്നു. ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു നിന്റെ ഭാഗ്യം. ആ മഹാത്മാവിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കാം. കടന്നു പോണ ഓർത്ത്. നിന്നെ പോലെയുള്ളവർ ഭരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രപിതാവാകേണ്ടി വന്ന മഹാനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപകുമാർ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മൈ ഡിയർ ഹോണറബിൾ മിനിസ്റ്റർ. പൊതുജന സേവനം എന്ന നാടകം കളിച്ച് നീയും നിന്റെ സുഹൃത്ത് മന്ത്രി അവറാച്ചനും കൂടെ കട്ടുമുടിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോ നിന്നിലുള്ള ക്രിമിനൽ സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ ആന്റണിയുടെ ബംഗ്ലാവിൽ ആ തുക മുഴുവൻ അടിച്ചു മാറ്റാൻ നീ തീരുമാനിച്ചു. നിനക്ക് തുണയായി കേരളത്തിലെ അതിപ്രഗത്ഭനായ പോലീസ് മേധാവിയും. അവിടെ ഇരിക്കുന്ന കാശിൽ 10-50 കോടി ഹാവറാച്ചന്റെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉള്ളവൻ നാട്ടുകാരെ കൊങ്ങയ്ക്ക് പിടിച്ചുണ്ടാക്കിയതാ. ചേട്ടനും അനിനും കൂടി അതിന് കമ്മിയാണ്ടല്ല. ഗുണശേഖരന്റെ ഗുണം അവരറിയും. മിനിസ്റ്റർ ടെൻഷൻ അടിക്കാതെ, ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞ പണി ചെയ്ത കാശ് മുഴുവൻ കൈ ഇരിക്കുകയും ചെയ്യും. അവറാച്ചനോട്ടുള്ള ബന്ധം അങ്ങോട്ട് പോകത്തുമില്ല. സമ്പാദ്യം കുമിഞ്ഞു കൂടും തോറും എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. ആ കാശ് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു. CS-ന്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആൻ്റപ്പനും കുടുംബവും എന്തായാലും പോയിരിക്കും. അങ്ങനെ പോയാൽ അന്ന് തന്നെ സംഗതി നടപ്പാക്കുന്നു. പക്ഷേ താനും എൻ്റെ ഒപ്പം വേണം. ഞാൻ വെളിയിൽ നിന്ന് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം. രാജൻ മിനിസ്റ്ററോടൊപ്പം കാണും. ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. അവറാച്ചന് പരസ്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ, കള്ളപ്പണമല്ലേ. പിന്നൊരു കാര്യം, സംഗതി നടന്നു കഴിയുമ്പോ എന്നെ മറന്നേക്കരുത്. ഞാൻ മറക്കില്ലടോ ഗോമസേ. തനിക്കും തരും ഞാൻ 5 കോടി.